ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും വേർപെട്ട് ഖബറിൻ്റെ ലോകത്ത് വസിക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹലായ ഫضല് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൂറത്ത് ആൽ ഇംറാനാണ്. അതിലെ 104 മുതൽ 109 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ ഒരു സമൂഹം ഉണ്ടാകട്ടെ. എന്താണ് ആ സമൂഹത്തിന്റെ ഗുണം? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം, ഒരു സമൂഹം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുകയും തിന്മയെ വിലക്കുകയും ചെയ്യുന്ന സമൂഹം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തീർച്ചയായിട്ടും അവർ തന്നെയാണ് വിജയിക്കുക. ഉമ്മത്തിലെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ബഹുമാന്യരായ ഉലമാക്കൾ, സ്വഹാബാക്കളിൽ ബഹുഭൂരിഭാഗവും ഉമ്മത്തിന്റെ ബാധ്യതയായിട്ടാണ് ഈ ആയത്തിനെ പരിഗണിച്ചിരിക്കുന്നത്. സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഒരു ഹദീസ് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. മുൻകറായ ഒരു കാര്യം അഥവാ ദീനിൽ വെറുക്കപ്പെട്ട ഒരു കാര്യം, പ്രവാചകനും വേദഗ്രന്ഥവും വിലക്കപ്പെട്ട ഒരു കാര്യം പരസ്യമായി നടക്കുന്നത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് ഫൽയുഗയ്യിറുഹു ബിയദിഹി, അതിനെ കൈകൊണ്ട് തടയണം. കൈകൊണ്ട് തടയില്ല. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി, ഇനി കൈകൊണ്ട് തടയാൻ കഴിയില്ല, അത്ര വലിയ സ്വാധീനമൊന്നും നമുക്കില്ല. അങ്ങനെ വന്നാൽ നാവ് കൊണ്ട് അതിനെ തടയണം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അയാളോട് പറയണം, അതിനെ വിലക്കണം. ഇത് തെറ്റാണ്, ദീനിൽ നിരക്കാത്ത കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഹബീബിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഖുർആൻ വിലക്കിയ കാര്യമാണ്. സഹോദര, നീ ചെയ്യരുത് എന്ന് നാവ് കൊണ്ടിട്ട് വിലക്കണം. ഫഇല്ലം യസ്തതി', അങ്ങനെ നാവ് കൊണ്ട് വിലക്കാനും പറയാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൊള്ളണം? ഫഇല്ലം യസ്തതി' ബിഖൽബിഹി, ഹൃദയം കൊണ്ടിട്ട് അതിന് കഴിയുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ തടയണം. തടയണം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ശക്തമായ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ സമൂഹത്തിൽ ഒരു സംഘം അല്ലെങ്കിൽ തിന്മ കാണുന്നവർ വിലക്കുന്നില്ല, പരസ്പരം ഉപദേശിക്കുന്നില്ല, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നില്ല, തിന്മ കാണുമ്പോൾ അരുതേ എന്ന് പറയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലയൂഷികന്നല്ലാഹു അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഇൻദിഹി, അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയെ ഇറക്കിക്കൊണ്ടേയിരിക്കും. ശിക്ഷ ഇറങ്ങും. അങ്ങനെ ശിക്ഷ ഇറങ്ങുമ്പോ പാപം ചെയ്തവനെ മാത്രം തെരഞ്ഞു പിടിച്ചല്ല ആ ശിക്ഷ ബാധിക്കുക.
പിന്നെയോ ഒരു പ്രദേശത്ത് ശിക്ഷ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിലുള്ള നല്ല ആളുകളെയും അതുപോലെ തന്നെ ആ തിന്മ ചെയ്തിരുന്നവരെയും അത് ബാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് തന്നത്. ഒന്നാമത്തത് പിന്നീടോ നല്ല നല്ല ആളുകൾ ഇരുന്ന് ദുആ ചെയ്യും, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പള്ളിയിലിരുന്നു കൊണ്ട് ദുആ ചെയ്യും, പതിരാ നേരം തുടർന്നിരുന്നു കൊണ്ട് ദുആ ചെയ്യും. പക്ഷേ ആ ദുആ ആകാശത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല, തടയപ്പെട്ടു പോകും. എത്ര വലിയ വിപത്താണ്, എത്ര വലിയ സാമൂഹിക വിപത്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ഉപദേശിക്കണം, മക്കളോടുള്ള ഉപദേശം, അയൽവക്കക്കാരോടുള്ള ഉപദേശം. ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടില്ല, ഉപദേശം ഇഷ്ടപ്പെടാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. സ്വന്തം ഭാര്യ പോലും ഉപദേശം ഇഷ്ടപ്പെടുകയില്ല, മക്കൾ പോലും ഉപദേശം ഇഷ്ടപ്പെടുകയില്ല. പിന്നെ അല്ലേ അയൽവക്കക്കാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ. ഉപദേശം ഇന്ന് ആർക്കും ഇഷ്ടമല്ല, ആരെയും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നുള്ളത് വളരെ ഹിക്മത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ആ ഡ്യൂട്ടി അത് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ബാധ്യതയിൽ നമ്മൾ ഒഴിവാകുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഉലൈക ഹുവൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്ന ആളുകൾ. എന്നിട്ട് പറഞ്ഞു, വലാ തകൂനൂ കല്ലദീന തഫറഖൂ, നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ പോലെ ആകരുത്, അഥവാ ബനു ഇസ്രാഈലിനെ പോലെ നിങ്ങൾ ആകരുത്. തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ അല്ലാഹുവിന്റെ തെളിവുകൾ വന്നെത്തിയതിനു ശേഷവും ദീനിൽ ഭിന്നിച്ച് പല കക്ഷികളായി പിരിഞ്ഞതുപോലെ നിങ്ങളും അങ്ങനെ പിരിഞ്ഞു പോകരുത്, പല കക്ഷികളാകരുത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആയാത്തുകൾ വന്നു കിട്ടിയതിനു ശേഷവും ഭിന്നിച്ചു പോയവരാണ് ബനു ഇസ്രായേലിയർ. അവരെ പോലെ നിങ്ങളാകല്ലേ. വൗലായിക ലഹും അദാബുൻ അദീം, അവർക്കാണ് ഏറ്റവും കൊടിയ ശിക്ഷ, ഭിന്നിച്ചു പോവുക. മഹാനായ മുആവിയ, അബൂ സുഫിയാൻ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ മക്കയിൽ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹർ നിസ്കരിക്കുകയാണ്. കാമഹീന സ്വല്ലാ സ്വലാത്തുൽ ളുഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹർ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഒരു പ്രസംഗം നടത്തി. പ്രസംഗം എന്നൊക്കെ കേൾക്കുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗമൊന്നുമല്ല, നബി തങ്ങളുടെ പ്രസംഗമല്ല, അങ്ങനെയാ പ്രസംഗിച്ചു. ഖത്തബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും നബി തങ്ങൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ്, അതാണ് നബി തങ്ങളുടെ പ്രസംഗം. സാന്ദർഭികമായി കൂടിപ്പോയാൽ ഒരു പാരഗ്രാഫ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി പ്രസംഗിച്ച പ്രസംഗം ഹദീസിന്റെ കിതാബിൽ കാണാൻ കഴിയും. 2 പ്രസംഗം. ഒന്ന് ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനോട് വിട പറയുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുബഹി മുതൽ ളുഹർ മുതൽ അസ്ർ വരെ, അസ്ർ മുതൽ മഗ്രിബ് വരെ, അത് മിമ്പറിൽ തന്നെ സമയമാകുമ്പോൾ ഇറങ്ങും, നിസ്കരിക്കും, വീണ്ടും മിമ്പറിലേക്ക് കയറും, വീണ്ടും പ്രസംഗിക്കും. ഈ ഒരു പ്രസംഗം ഇതെല്ലാം ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. അതിനകത്തൊക്കെ എന്താ പ്രസംഗിച്ചത്? ഇപ്പൊ ഇവര് രണ്ടുപേരും, ഈ സഹാബാക്കൾ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ, അവര് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്ലൽ കിതാബ് ഇഫ്തറഖു ഫീ ദീനിഹിം അലാ 72 മില്ല. സഹാബാക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, ബനു ഇസ്രായേൽ സമൂഹം അവര് ഭിന്നിച്ച് 72 സംഘമായി മാറി. എത്ര സംഘമായി മാറി? 72 വിഭാഗങ്ങളായിട്ട് മാറി. وَإِنَّ هَذِهِ الْأُمَّةَ سَتَفْرِقُ عَلَى 73 മില്ല. എന്റെ ഉമ്മത്ത് ഭിന്നിച്ച് തമ്മിലടിച്ച് 73 കക്ഷികളായി മാറി. എത്ര കക്ഷികളായി മാറും? 73 കക്ഷികളായി എന്റെ സമുദായം മാറും. എന്നാൽ അതിൽ മുഴുവൻ ആളുകളും, മുഴുവൻ ഫിർഖകളും, വിഭാഗങ്ങളും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒറ്റ വിഭാഗം ഒഴികെ.
ഒരു വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന, നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒറ്റ വിഭാഗം വഹിയൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു തരീഖയിലാണോ നിലനിന്നിരുന്നത് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അല്ലാത്തവർ മുഴുവനും ഈ ഫിർഖകളിൽ, വിഭാഗങ്ങളിൽ പെട്ടവരാണ്. അതുകൊണ്ട് ഭിന്നിച്ച് കക്ഷികളായി പിരിഞ്ഞു പോകുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഒരു ദിവസം വരാനുണ്ട്, യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. അന്ന് ചില ആളുകളുടെ മുഖം, ഖിയാമത്ത് നാളിന്റെ അവസ്ഥ പറയാം, അന്ന് ചില ആളുകളുടെ മുഖം നല്ല പ്രസന്നമായിരിക്കും, സന്തോഷം കൊണ്ട് ഇങ്ങനെ മിന്നിത്തിളങ്ങും. ചില ആളുകളുടെ മുഖം കറുത്ത് കരുവാളിച്ച് ഇരുണ്ടു കൂടിയിരിക്കും. മുഖം കറുത്ത് കരുവാളിച്ചു പോയവരാരാണെന്നറിയാമോ? അകഫർതും ബഅദ ഈമാനിക്കും. വിശ്വാസിയായതിനു ശേഷം ആ വിശ്വാസത്തിനെ ഉപേക്ഷിച്ചിട്ട് അവിശ്വാസത്തിനെ തിരഞ്ഞെടുത്തവരാണ്. കലിമ ചൊല്ലി വിശ്വാസിയായി തീർന്നവരാണ്. എന്നിട്ട് പിന്നീട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് മുർദ്ദത്തായി കുഫ്രിയത്തിനെ തിരഞ്ഞെടുത്തവരാണ്. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അവരോട് നാളെ പറയപ്പെടും, നിങ്ങൾ അവിശ്വാസിയായി തീർന്നതിന്റെ പേരിൽ ഈ ശിക്ഷയെ നിങ്ങൾ രുചിച്ചുകൊള്ളുക. മുഖം കറുത്ത് കരുവാളിച്ച് ദുഃഖത്തിന്റെ പാപഭാരം ഇങ്ങനെ പേറി, ദുഃഖവും പേറിക്കൊണ്ട് കഠിന മുഖത്തോടുകൂടി വരുന്ന ആളുകൾ, അവര് ഈമാൻ കൈയൊഴിഞ്ഞ് കുഫ്രിയത്തിനെ തിരഞ്ഞെടുത്ത ആളുകളാണ്. എന്നാൽ മുഖം നല്ല പ്രസന്നവും കത്തിപ്രകാശിക്കുന്ന പ്രകാശഗോപുരം പോലെ ആയിത്തീരുന്ന മുഖങ്ങളുണ്ട്. ആ മുഖമുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അവരിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ. അവർ നാളെ സ്വർഗത്തിൽ നിത്യവാസികളുമായിരിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും അവരെ പുറത്തേക്ക് തള്ളപ്പെടുകയില്ല. അവർ സ്വർഗത്തിൽ തന്നെ നിത്യമായി കഴിയുന്നവരായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ റബ്ബ് അവന്റെ എല്ലാ വചനങ്ങളെയും ഇതാ താങ്കളുടെ മേൽ ഓതിക്കേൽപ്പിക്കുന്നു. ഈ വചനങ്ങളൊക്കെ താങ്കളുടെ മേൽ അല്ലാഹു ഓതിക്കേൽപ്പിക്കുകയാണ്. വബല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. അല്ലാഹു ലോകത്ത് ആരോടും ഒരു അനീതിയും അല്ലാഹു കാണിക്കുകയില്ല. ലോകത്തിൽ ഒരു മനുഷ്യനോടും അല്ലാഹു ഒരു അനീതിയും ഒരു അക്രമവും കാണിക്കുകയില്ല. ഇതെല്ലാം വളരെ കൃത്യമായി അല്ലാഹു താങ്കൾക്ക് ഇതാ ഓതിത്തരികയാണ്, മനസ്സിലാക്കി തരികയാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ള സകലതിന്റെയും ആധിപത്യം അല്ലാഹുവിനുള്ളതാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. സർവകാര്യങ്ങളും അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? സർവജനങ്ങളും ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിനെ വെല്ലുവിളിച്ചവരും അല്ലാഹുവിന്റെ അടിമത്തം അംഗീകരിച്ചുകൊണ്ട് വിധേയപ്പെട്ട് ജീവിച്ചവരും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിട്ട് അഹങ്കാരികളായി നടന്നവരും ആരൊക്കെ ഉണ്ട്, മുഴുവൻ ജനങ്ങളും നാളെ മടങ്ങി പോകുന്നത് അല്ലാഹുവിന്റെ മുന്നിലേക്കാണ്, റബ്ബിന്റെ മുന്നിലേക്കാണ്, അല്ലാഹുവിന്റെ മുന്നിലേക്കാണ് പോവുക. അവിടെയാണ് ചെന്ന് നിൽക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി നമ്മൾ തിരഞ്ഞെടുക്കൽ എന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. തദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. എവിടെ ഏതൊരു കാര്യത്തിലാണോ നന്മയുള്ളത്, ദീൻ നന്മ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ നന്മയുള്ള കാര്യങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. നന്മ ഉപദേശിക്കണം, തിന്മ വിലക്കണം. തിന്മ കാണുമ്പോൾ അതിനോട് സമരസപ്പെട്ട് നമ്മൾ ചേർന്ന് നിൽക്കുകയല്ല,
ആ തിന്മയെ കഴിവിന്റെ പരമാവധി നമ്മൾ അതിനെ മാറ്റപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.